പലപ്പോഴും ആസ് എ തെറപ്പിസ്റ്റ് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. ക്ലയൻസിന് സ്ട്രെസ് മാനേജ്മെൻറ്റ് പഠിപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും ഒരുപാട് ക്ലയൻസ് പറഞ്ഞും കേൾക്കാറുണ്ട് വർക്ക് സ്ട്രെസ്സാണ് അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ സ്ട്രെസ്സാണെന്നൊക്കെ. പക്ഷേ ആക്ച്വലി ഡ്യൂറിങ് സ്ട്രെസ് നമ്മുടെ ബ്രെയിനിൽ എന്താ നടക്കുന്നത്? ബ്രെയിനിലുണ്ടാവുന്ന സ്ട്രെസ് ആക്ടിവിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ആ സമയത്തുള്ള ഇൻ്റർവെൻഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരുപാട് ടെക്സ്റ്റ് ബുക്സിൽ ഒരുപാട് നോളജൊക്കെ ഉണ്ട്. ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആണ് സ്ട്രെസ്സ്, അത് കാരണം ഇമോഷണൽ സിംറ്റംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സ് കാരണം നമ്മുടെ ബ്രെയിൻ ഏരിയാസിൽ മാറ്റം വരാറുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സ്ട്രെസ് മാനേജ്മെൻറ്റ് നമുക്ക് ക്ലയൻസിന് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ തന്നെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻ ടുഡേയ്സ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്യൂറിങ് സ്ട്രെസ് ബ്രെയിനിൽ എന്താണ് നടക്കുന്നത് ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് എ സൈക്കോളജിസ്റ്റ് ഇൻ മാനേജിങ് സ്ട്രെസ്. ഐ എം അഷിത നവാദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഒപ്പം. സോ ആക്ച്വലി ബ്രെയിനിൽ എന്താ നടക്കുന്നത് സ്ട്രെസ്സിൻ്റെ സമയത്ത്? സ്ട്രെസ്സിനെ നമ്മുടെ ബ്രെയിൻ പെർസീവ് ചെയ്യുന്നത് ഒരു ത്രെട്ടായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഭീഷണിയായിട്ടാണ്. നമ്മുടെ സറൗണ്ടിങ്ങിൽ എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് എന്തോ വലിയ പ്രശ്നം വരാൻ പോവുകയാണ് എന്നെല്ലാമാണ് നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ അതൊരു ഫിസിക്കൽ ത്രെട്ട് ആവാം, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു വർക്ക് ഡെഡ് ലൈനിനെ വരെ അവരൊരു ത്രെട്ടായിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനിൽ നമ്മുടെ ബ്രെയിനിലുള്ള സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിനെ ഓണാക്കും. പക്ഷെ പലപ്പോഴും ഇത് അനാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിലായിരിക്കും ഓണാക്കുന്നത്. ആ സിറ്റുവേഷൻസിൽ നമുക്ക് ആരോടും ഫൈറ്റ് ചെയ്യാനും ഉണ്ടാവില്ല, എവിടേക്കും ഓടിപ്പോകാനും ഉണ്ടാവില്ല. പക്ഷേ അൺനെസസറി ആയിട്ട് ഇത് ഓൺ ആവുന്നത് വഴി നമ്മുടെ ബ്രെയിനിലും ബോഡിയിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ആൻഡ് ഇത് ഓൺ ആക്കുന്ന കാര്യത്തിൽ ഒരു മെയിൻ പാർട്ട് പ്ലേ ചെയ്യുന്നത് നമ്മുടെ ലിംബിക് സിസ്റ്റത്തിൽ ഒരാളായിട്ടുള്ള അമിഗ്ഡലയാണ്. അമിഗ്ഡല ഓൺ ആവും, ഹൈപ്പോതലാമസ് അലേർട്ട് ആവും. സോ ഇങ്ങനെ ലിംബിക് സിസ്റ്റം ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ ഷട്ട് ഡൗൺ ചെയ്യും. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആരാ? പുള്ളിയാണ് നമ്മുടെ ബ്രെയിനിലെ റാഷണൽ ഡിസിഷൻ മേക്കിങ്ങിനും നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ പുള്ളി റെഗുലേറ്റഡ് അല്ല, അതായത് പുള്ളി ഷട്ട് ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇവിടെ ഉള്ളത് ശരിക്കും ഉള്ളൊരു ത്രെട്ടാണോ അതോ നമ്മൾ ആലോചിച്ചുണ്ടാക്കുന്ന ഒരു ത്രെട്ടാണോ എന്നൊന്നും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു റെസ്പോൺസ് കുറച്ച് ക്രോണിക് ആയിട്ടുള്ള പീരിയഡിൽ നമ്മുടെ ബ്രെയിനിൽ നടക്കുകയെന്ന് വെച്ചോ. അപ്പോൾ ത്രൂ ദ പ്രോപ്പർട്ടി ഓഫ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ വരെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതായത് അമിഗ്ഡല ഇടയ്ക്കിടയ്ക്ക് ആക്ടിവേറ്റ് ആവുന്നത് വഴി ചില സിറ്റുവേഷനിൽ അമിഗ്ഡലയുടെ സ്ട്രക്ചർ ഇൻക്രീസ് ആവും. സോ നമ്മുടെ ആൻസൈറ്റി വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഓൾസോ ഇത് കാരണം നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലേക്കുള്ള പാത്വേയിലേക്കുള്ള ഗ്രേ മാറ്ററിൻ്റെ വോളിയം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് റാഷണൽ തിങ്കിങ്ങിലും ഇമോഷണൽ റെഗുലേഷനിലും ഒക്കെ ബുദ്ധിമുട്ട് വരും. സോ നമ്മുടെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ആയിട്ടുള്ള മെമ്മറി, ലേണിംഗ് ഇതിനെല്ലാം ക്രോണിക് സ്ട്രെസ് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ദ ബെസ്റ്റ് പാർട്ട്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളായിട്ട് കോൺഷ്യസ് എഫേർട്ട് ഇട്ട് ഈ സ്ട്രെസ്സിനെ ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വലുതായിട്ടുള്ള അമിഗ്ഡല വീണ്ടും ചെറുതാവാനും കുറഞ്ഞിട്ടുള്ള ഗ്രേ മാറ്ററിൻ്റെ വോളിയം വീണ്ടും കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. ആസ് എ സൈക്കോളജിസ്റ്റ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക സ്ട്രെസ് മാനേജ്മെൻറ്റിൽ? ഏത് രീതിയിലാണ് നമുക്ക് നമ്മുടെ ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ഇതിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് വരുത്തുന്നത് എന്താണെന്നറിയോ? സൈക്കോ എഡ്യൂക്കേഷൻ. ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഈ പ്രോസസ്സൊക്കെയാണ് നടക്കുന്നത്. ഈ ഏരിയ കൺട്രോൾ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, ഈ ഏരിയ ഷട്ട് ഡൗൺ ആവപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. സോ ദാറ്റ് അവർ അവെയർ ആവുകയാണ്, ഓക്കെ എൻ്റെ ബ്രെയിനിൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നുള്ളൊരു അവെയർനെസ് വരുമ്പോൾ തന്നെ അവർക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. സോ സൈക്കോ എഡ്യൂക്കേഷൻ ഇൻ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഈസ് എ ടോപ്പിക് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത, ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അത് കഴിഞ്ഞ് അവരെ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അവരുമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പാണ്. നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാമായിട്ടുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനും അവരുടെ നെർവസ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യാനും എത്രത്തോളം ഹെൽപ്ഫുൾ ആവുമെന്നറിയോ? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻ്റ് ആണ് അവരുടെ നെർവസ് സിസ്റ്റം റെഗുലേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവാൻ പോകുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഹൈസ് ഉണ്ടാവുന്നില്ല, പ്രത്യേകിച്ച് ലോസ് ഉണ്ടാവുന്നില്ല. സോ ഈ ഒരു പ്രഡിക്റ്റബിൾ സിറ്റുവേഷൻ അവരുടെ നെർവസ് സിസ്റ്റത്തിന് കൊടുക്കാൻ പോകുന്ന ആ ഒരു കാംനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദെയർ ജേർണി ഓഫ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. അതിനുശേഷം നമുക്ക് കുറച്ച് ടാർഗറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇമോഷണൽ റെഗുലേഷന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ് യൂസ് ചെയ്ത് സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്.
സോ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ യൂഷ്വലി ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് റിസൾട്ട്സ് ഉണ്ടാക്കുന്ന കുറച്ച് മൊഡാലിറ്റീസ് ആണ് CBT വളരെ ഹെൽപ്ഫുൾ ആവാറുണ്ട്. മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറപ്പീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആവാറുണ്ട്. ഓൾസോ അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ബേസ്ഡ് തെറപ്പീസും നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റിൽ വളരെയധികം യൂസ്ഫുൾ ആവാറുണ്ട്. സോ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ഒരു തെറപ്പിസ്റ്റിനെയും അവരുടെ ക്ലയൻറ്റിനെയും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഫാക്ടർ ഈസ് അവെയർനെസ്. ഈ ഒരു അവെയർനെസ് ഉണ്ടെങ്കിൽ, അതായത് ബ്രെയിനിലും ബോഡിയിലും സ്ട്രെസ്സിൻ്റെ സമയത്ത് എന്ത് മാറ്റങ്ങളാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നാൽ ഒരു തെറപ്പിസ്റ്റിന് അവരുടെ ക്ലയൻറ്റിൻ്റെ ജേർണി കൃത്യമായിട്ട് നാവിഗേറ്റ് ചെയ്യാനും ആ ഒരു ക്ലയൻറ്റിന് അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.